CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലെ രണ്ട് താരങ്ങളുടെ പരിക്കിനെ കുറിച്ചും കൂടാതെ തന്നെ മറ്റു ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകളുമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. കലിംഗ സൂപ്പർ കപ്പിൽ ആദ്യ റൗണ്ടിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC പുറത്തായിട്ടുണ്ടായിരുന്നു. ഒരു കിരീടം നേടാനുള്ള സുവർണാവസരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പ് എന്നുള്ളത്. എന്നാൽ സൂപ്പർ കപ്പിലും കിരീടമില്ലാതെ ബ്ലാസ്റ്റേഴ്സ് മടങ്ങിയതോടെ ആരാധകരുടെ ഇനിയുള്ള പ്രതീക്ഷ ISLയിലേക്കാണ്. നിലവിൽ ഏതായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. അതിനാൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് ഈ ഒരു സീസണിലുള്ളത്. എന്നാൽ ഈ ഒരു പ്രതീക്ഷകളെല്ലാം തന്നെ ആരാധകർക്ക് വലിയ ആശങ്ക നൽകിക്കൊണ്ടാണ് രണ്ടു ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ഫിറ്റ്നസ് അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മധ്യനിര താരങ്ങളായ ജിക്സൺ സിംഗ് കൂടാതെ വിപിൻ മോഹനൻ എന്നിവരുടെ ഫിറ്റ്നസ് ആണ് ആരാധകർക്ക് ഇപ്പോൾ ആശങ്ക നൽകുന്നത്. ഈ ഒരു 10ാം സീസണിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പരിക്കേറ്റ് പോയൊരു താരമായിരുന്നു ജിക്സൺ സിംഗ്. ഈ ഒരു ഡിസംബർ പകുതിയോടെ കളിക്കളത്തിലേക്ക് താരം തിരിച്ചു വരുമെന്നായിരുന്നു വാർത്തകളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡ് ബെഞ്ചിലേക്ക് ജിക്സൺ സിംഗ് മടങ്ങിയെത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഒരു മത്സരത്തിൽ ഒരു മിനിറ്റ് പോലും താരം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. സൂപ്പർ കപ്പിലെ അവസാന രണ്ട് മത്സരങ്ങളിലും താരം സ്ക്വാഡിൽ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകർക്ക് ജിക്സൺ സിംഗിന്റെ ഫിറ്റ്നസിൽ വളരെയധികം ആശങ്കയുണ്ട്. വിപിൻ മോഹനന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ താരം സൂപ്പർ കപ്പിന്റെ ഒരൊറ്റ സ്ക്വാഡിൽ പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പരിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോഴും വ്യക്തമല്ല എന്നാണ് സത്യം. ഈ ഒരു 10ാം സീസണിൽ ഇനി നിർണായകമായ മത്സരങ്ങൾ ബാക്കി നിൽക്കെ ഇരു താരങ്ങളുടെയും ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തത ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും വലിയ ആശങ്ക തന്നെ നൽകുന്നുണ്ട്. കൂടാതെ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ 4 ഗോളുകളുടെ തോൽവി വാങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് FC പരിശീലകൻ മത്സരശേഷം നിരവധി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ കപ്പ് ടൂർണമെന്റ് പരിക്കില്ലാതെ അവസാനിപ്പിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് ഇവാൻ ആശാൻ ഇതിലൂടെ വ്യക്തമാക്കിയിട്ടുമുണ്ടായിരുന്നു. പക്ഷേ സൂപ്പർ കപ്പ് ടൂർണമെന്റിനെ കേരള ബ്ലാസ്റ്റേഴ്സ് FC വേണ്ടതുപോലെ സീരിയസ് ആയി എടുത്തിട്ടില്ല എന്നാണ് ആരാധകരുടെ പക്ഷം. സീസണിലെ സൂപ്പർ കപ്പ് ടൂർണമെന്റിന്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടതോടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടങ്ങളിൽ മാത്രമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. ഇനി തങ്ങൾക്ക് മുന്നിൽ 10 വലിയ മത്സരങ്ങൾ ഉണ്ടെന്നും അതിലേക്കാണ് ഇനി ശ്രദ്ധയെല്ലാം കേന്ദ്രീകരിക്കേണ്ടത് എന്നും പറഞ്ഞ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കോമാനോവിച്ച് തന്റെ ലക്ഷ്യം മറന്നിട്ടില്ല എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് ലീഗിലെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ തകർപ്പൻ ഫോം തുടരാൻ ആയാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഷീൽഡ് ട്രോഫി ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാനാവും. ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.